അവളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാനുള്ള അവസാനത്തെ ഒരേ ഒരു ചാൻസ് ആയിരുന്നു. ആ പ്രതീക്ഷയും പോയി. ആരുടെ കണ്ണിൽ പെടരുതെന്ന് വിചാരിച്ചോ അവന്റെ മുന്നിൽ തന്നെ വന്ന പാളെ ചാടിക്കൊടുത്തു. ചെക്കൻ വിവരം അറിഞ്ഞു, നാട് വിട്ടു. അതിനവൻ നാദ്രയുടെ ബ്രദറാന്ന് ഉറപ്പൊന്നുമില്ലോ, വെറുതെ കക്ക കടന്നങ്ങ് മോങ്ങ. പിന്നെ എന്തിനാടാ അവൻ ധീരജ് എന്ന് പേര് മാറ്റി പറഞ്ഞത്? എന്തിനാ ആറ്റക്കോയോട് എന്റെ ഡീറ്റെയിൽസ് ചോദിച്ചത്? ആ പയ്യൻ 10 ദിവസത്തെ ലീവിന് പോയതാ, അല്ലാതെ മതിയാക്കി പോയതൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, ഓന്റെ ബാപ്പാന്റെ പേര് ജാഫർ ഇമാന്നാണ്. അപ്പോഴേ ഒരു 10 ദിവസത്തേക്ക് നീ അങ്ങ് സമാനായിട്ടിരിക്കേ, ആ ചെറുക്കം വരുന്നവരെ. തൽക്കാലം നീ ആ 5 വർഷം കേട്ടവൾ റെസ്പോണ്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഇൻസിഡന്റ് ഒന്ന് പറ. തുടങ്ങിയവന്റെ കിണി. 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം. ഞാൻ ആലപ്പുഴ സ്പോർട്സ് ഡിവിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബോംബ് പൊട്ടിയത്. ആരാ? ജോസഫാ? ആരാ? പറയാം. അഹമ്മദ് കുട്ടി, ഡിവൈഎസ്പി ഓഫ് പോലീസ്. അയ്യോ സാറ് പോലീസായിരുന്നോ? സോറി, കണ്ടപ്പോ അങ്ങനെ തോന്നിയില്ല. വിട് വിട് വിട്, തോക്കൊന്നും വേണ്ട, ഞാൻ പ്രശ്നക്കാരനൊന്നുമല്ല. നാദിറ എവിടെ? ആര്? നാദിറ ഇമാം. अब्बा, अब मैं सिर्फ 15 साल की नहीं रही. आप शांतनु को सिर्फ इस बात की सजा नहीं दे सकते कि मैं उससे प्यार करती हूँ या वो मुझसे प्यार करता है. मैं शांतनु के साथ जा रही हूँ. मुझे वापस लाने की कोशिश भी मत कीजिएगा. ഇടിക്കാതെ പറയണം. नादिरा, कहाँ हो तुम? शांतनु वहाँ है या नहीं? पहले ये बताओ तुम हो कहाँ? शांतनु को फोन दीजिए. शांतनु, शांतनु, क्या इन्होंने तुम्हें चोट पहुंचाई? नहीं. तुम्हें ढूंढ पाना मेरे लिए मुश्किल था, लेकिन अब्बा के लिए नहीं. इसलिए मुझे ये रास्ता चुनना पड़ा. इट्स ओके. उन्होंने जरूर तुम्हें एक सीरी सुनाई होगी. 5 साल बाद भी बगैर कोई लफ्ज बदले मुझे जो भी कुछ कहना है वो उस सीडी में है. अगर तुम्हारे दिल की हालात भी मेरी जैसी है तो मैं तुम्हारा इंतजार करूंगी. करूं या नहीं? വേണം. बस करो नादिरा. पापा, मैं कहीं लापता नहीं हुई. अजमेर शरीफ गई थी और अब घर वापस आ गई हूँ. ഐ ആം സോ സോറി. ലക്കുനെ സ്പീഡ് ഒരു സെർച്ച് വാർഡ് മാത്രം ഞങ്ങളെ കാണിച്ചത്.
तुम नादिरा को ले जाने आए हो? കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞാനിവിടെ വന്നിട്ടില്ലല്ലോ സർ. ഇതിപ്പോൾ സാറിനെ പോലും ബുദ്ധിമുട്ടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ ഇവളെന്നെ കണ്ടുപിടിച്ച്. അപ്പോൾ ഇതുവരെ വരിക എന്നത് എൻ്റെ ബാധ്യതയാണല്ലോ. ആഫ്റ്റർ ഓൾ are we all not men of honor, sir? Oh, so that's your answer. नादिरा, मेरी इजाजत बगैर तुम इसके साथ नहीं जा सकती हो. तो जा भी सकती हो मेरे मरने के बाद. കാത്തിരിക്കും എന്ന നിന്റെ വാക്ക് അതാ എന്നെ ഇവിടെ എത്തിച്ചത്. मैंने कहा था ना, जाना है तो मेरे मरने के बाद. और अगर तुम्हें जाने की इतनी जल्दी है तो मैं वक्त से पहले मरने को तैयार हूं. नहीं अब्बा, मैं आपकी इजाजत के बगैर नहीं जाऊंगी, आपके मरने के बाद भी. और ये मेरा वादा है आपसे. मैं आपकी इजाजत का इंतजार करूंगी, लेकिन तब तक आप मेरे इंतजार पे सवाल नहीं उठा सकते. जितने दिन नादिरा इंतजार करेगी उतने दिन तुम्हारे लिए मेरी नफरत बढ़ेगी. आपकी सोच एक दिन बदल जाएगी सर, जिस दिन आप ये समझेंगे कि मैं कौन हूं और मेरी सच्चाई क्या है. मुझे माफ कर देना, इस वक्त मैं इससे ज्यादा कुछ नहीं कर सकती. नवाबी खून का सवाल है, थोड़ा वक्त तो लगेगा. मैं समझता हूं. एक दिन अब्बा जरूर मान जाएंगे. वो दिन कब आएगा मुझे नहीं पता. मुझे कोई हक नहीं है कि मैं तब तक तुम्हें इंतजार करने के लिए मजबूर करूं. लेकिन हाँ, मैं जरूर इंतजार करूं. ഇതിനെ കാത്തിരിപ്പ് എന്നല്ല, കാത്തു കാത്ത് നടപ്പ് എന്ന് പറയും. അതായത് ഈ മുട്ടനാടിന്റെ പുറകിലത്തെ സാധനം ദിപ്പ വീഴും എന്ന് കരുതിയിട്ട് കുറുക്കൻ നടക്കില്ലേ, അതാണ് ഇവന്റെ അവസ്ഥ. ഈടാ തന്തക്കാവടിക്ക് പ്രാന്ത, മോൾക്ക് അതിനേക്കാൾ വലിയ പ്രാന്ത. അതിൻ്റെ ഇടയെ കൊണ്ട് സ്വന്തം ലൈഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പോകുന്ന നിനക്ക് മുഴുത്ത പ്രാന്ത. പൊട്ടം കാണാറുന്നല്ലാണ്ട് വേറെന്താ വിളിക്കുവനെ അല്ല. പിന്നെ എടാ ഒരു ഉറക്കത്തിലെ ഹമാം ഇമാമല്ലേ? ആ അത് തന്നെ ഇമാം. അയാൾ ഒരു ഇടിവെട്ട് അറ്റാക്ക് ഒന്ന് ചത്തുപോയ എൻ്റെ പൊന്നുമോനെ നിന്റെ അവസ്ഥയുണ്ടല്ലോ. എന്നാടാ ഇങ്ങനെ ഒരു പൂവിൻ്റെ പേര്? ആന്തൂറിയം. അത് തന്നെ ആന്തൂറിയം. അതാണ് നിന്റെ അവസ്ഥ. ഇനി മൂത്ത് നരച്ച് ചാവാൻ നേരത്ത് ആ കളവൻ സമ്മതിച്ചു തന്നെ ഇരിക്കട്ടെ. അപ്പോഴോ സ്വാമിയെ ശരണമയ്യപ്പ, അവൾക്ക് നിന്റെ ഒപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള പ്രായമാവും. ഡാടാ, ആളുകൾ സ്നേഹിക്കുന്ന ഒന്നിക്കുന്ന ഒക്കെ അതിനുവേണ്ടി മാത്രമാണോ? അല്ലടാ, മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാൻ. എൻ്റെ അറിവിലേ ഈ ഒന്നിക്കാന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഇനി ഹിന്ദിയിൽ കുന്തിയോ ലൈറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദിയിൽ ഉണ്ടെന്ന് തന്നെ വെച്ചോ. എന്നാ വെച്ചോ.
അല്ല സാറേ ഓള് പിന്നെ ബോംബൊന്നും ഇട്ടില്ല. ബോംബിടാൻ അവളെന്തോ കണ്ണൂരുകാരിയോ? അതല്ല സാറേ, ഓൾ അങ്ങനത്തെ വിളിച്ചിലും പറച്ചിലും ഒന്നും ഉണ്ടായില്ല. പിന്നീട് 3 വർഷത്തോളം ഫോൺ വിളി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് 2 തവണ ഞാൻ ലക്നൗവിൽ പോയി അവളെ കാണുകയും ചെയ്തു. അവൾ അവിടെ ഒരു സൂഫി സെന്ററിൽ പഠിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ CD വരും. അവളുടെ ശബ്ദത്തിലുള്ള കുറച്ച് സൂഫി പാട്ടുകളും പിന്നെ പ്രണയത്തെക്കുറിച്ച് സൂഫിസത്തിലുള്ള ചില വട്ടുപിടിപ്പിക്കുന്ന കോട്ട്സും. जब दिल को जला दे दिल की लगी होता है तभी रब राजी जो जान दे वही जीते से हाँ इश्क है ऐसी. പക്ഷെ അവസാനം വന്ന CD-യിൽ അവളുടേതായിരുന്നില്ല ശബ്ദം. मैं जाफर इमाम बोल रहा हूं. तुम जानते हो कि अगर दूर दूर से तुम नादिरा की जिंदगी में दखल नहीं देते तो तुम्हारी ये झूठी मोहब्बत ताश के पत्तों की तरह बिखर जाएगी. इसीलिए तुम बहाने ढूंढते रहते हो उसे अपनी याद दिलाने की, कि नादिरा को बार बार तुम्हारी याद आए. लेकिन आइंदा तुम नादिरा की आवाज नहीं सुन पाओगे, मर जाओगे इंतजार करते करते. എന്ന് വെച്ചാ ഇനി നീ ഒരിക്കലും അവളുടെ ശബ്ദം കേൾക്കണ്ട മലയാളി തെണ്ടിന്ന്. ഇപ്പൊ 2 വർഷമാകുന്നു. നോ കോണ്ടാക്ട്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പല വഴിക്ക് ഞാൻ അന്വേഷിച്ചു. അവർ ലക്നൌന്ന് ഷിഫ്റ്റ് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞു. വേറെ ഒരു മാർഗവും ഇല്ലാണ്ടായപ്പോ ഞാനൊരു സാഹസം കാണിച്ചു. ഡീപ് സീ ഫ്രീ ഡൈവിംഗിലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. കാറ്റ് പോകേണ്ട ചടങ്ങായിരുന്നു. വാർത്തയായാൽ അവൾ കോണ്ടാക്ട് ചെയ്താലോ എന്ന് കരുതി. വാർത്തയായി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇനി നീ അവളുടെ ശബ്ദം കേൾക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ദുഷ്ടൻ അവളെന്തെങ്കിലും ചെയ്തു കാണോ? എന്തെങ്കിലും ഒരു വിവരം അറിയാനുള്ള അവസാനത്തെ മാർഗമായിരുന്നു അവൻ. നസീബ്. ഇനി അവള് വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാവോ? അതിനവള് മരിക്കണം. അല്ല, ഇനി അങ്ങനെ വല്ലതും. ഒന്ന് പോടോ കൊടുത്തു. അതുകൊണ്ടാടാ പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ട് ഷട്ടടല്ലോ ഒന്ന്. എന്ത് നാടാ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ വിട്, വിട്. 10 ദിവസത്തെ കാര്യമല്ലേ, ചെറുക്കം വരട്ടെ. ചവിട്ടി ചുമര് കയറ്റിട്ടാണെങ്കിലും പറയിക്കാൻ അവനെ കൊണ്ട്. അസ്സലാമു അലൈക്കും. ഒരു ദുഃഖവാർത്തയുണ്ട്. ഔവാപ്പാട്ടെ മുല്ലക്കോയ മകൻ മുത്തുകോയ 73 വയസ്സ് അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖബറടക്കം നാളെ രാവിലെ 10 മണിക്ക് മട്ടാഞ്ചേരി ജുമാ മസ്ജിദ് ഖബറിടത്തിൽ നടക്കുന്നതായിരിക്കും. അല്ല കോയ, അപ്പൊ ബോഡി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരില്ലേ? അത് ഞങ്ങൾ ദ്വീപുകാരുടെ വിധിയാ സാർ. കരയെ വെച്ച് മരണപ്പെട്ട ഖബറടക്കം അവിടെ തന്നെ. മയ്യത്ത് തിരികെ കൊണ്ടുവരാൻ ഒരു മാർഗവുമില്ല. വേണ്ടപ്പെട്ടവരുടെ കണ്ണീർ കിട്ടാതെ
ഇറങ്ങട്ടെ. ശരി, ശരി, ശരിടാ. നിന്റെ കൂടെ വരേണ്ടത് കോട്ടേഴ്സിലേക്കാണ്. ഞാൻ ഫോട്ടോസിലെക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി. നിവാസികളെ, സംഗീത പ്രേമികളെ, ഇശൽ മന്നൻ സംഗീത സുൽത്താൻ ചേച്ചുവ ഷാജഹാൻ സാഹിബ് നയിക്കുന്ന ഗാനമേള ഇന്ന് വൈകിട്ട് 7 മണിക്ക് പഞ്ചായത്ത് സ്റ്റേജിൽ നടക്കുന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കുവാൻ ആ സ്വർഗീയ ഗായകൻ ആരെങ്കിലും വരാനുണ്ടോ? ആ, ഇവന്റെ ഓപ്പോളുടെ മോൻ. ആ, എനിക്കൊരു പാഴ്സൽ എടുക്കാനുണ്ട്. അടുത്തേരും ഇതൊക്കെ അറിയണം. ആ, പോയ ഗാനമേളയൊക്കെ ടൈമിന് തന്നെ തുടങ്ങുമോ? എന്തേ വേഗിക്കണോ? ഓക്ക് വല്ലാത്ത സൂക്കടാ. ദുവാനെ കയറ്റിവിടാൻ നോക്കിയ പിശാജ്. കണ്ടറിഞ്ഞൂടെ? ആ പിന്നെ ഷാജഹാൻ സാർ വരുമ്പോൾ ഞാനൊന്ന് കൂടെ പോകും. പുള്ളിക്കാരൻ സെറ്റിലാക്കിയിട്ട് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ. ആ സക്കറിയ സാറേ, തല്ലുമ്പോ ജംഗ്ഷനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തല്ലണം. നാട്ടുകാരറിഞ്ഞ എത്രയായാലും ഒരു പ്രേമ കേസല്ലെന്ന്. തല്ലേ? ആരെ? ഹൈ, നിങ്ങളല്ലേ പറഞ്ഞത് നസീബിനടുത്ത് ചെമ്മരിൻ ബക്കറ്റിലാണെങ്കിലും കാര്യം പറയിപ്പിക്കുന്നു. ഇയാള് പോയി ഷാജഹാൻ ഉണ്ടാക്കാൻ നോക്കി. ആ, ഇതാണ് നിങ്ങൾ കരക്കാര കുഴപ്പം. വലുതോരോന്ന് പറയും, ചെയ്യാറാവുമ്പോ ബേ. ഞാൻ വല്ല പറയും കേട്ടോ. ഷാജഹാൻ സാറാ? സാറേ, ഓ ഞങ്ങൾ ജെട്ടിൽ തന്നെ ഉണ്ട്. നീ എന്തിനാ ഇങ്ങനെ BP കൂട്ടുന്നത്? എന്താ എനിക്ക് BP ഇടാൻ പാടില്ലേ? ഞാനൊന്ന് ജെട്ടിയിലേക്ക് ചെല്ലട്ടെ. ആ, നീ ചെല്ല്. എന്തിന് വന്നോ എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. വന്നോന്ന് അവൻ ആദ്യം അറിയുന്നത് നിനക്കൊരു ഒന്നുമില്ലല്ലോ. നീ ചെല്ല്. ഓക്കെ. രാജു സാറേ, ഓൻ ഈ ബോട്ടിലില്ല, ഞാൻ നോക്കി. ഹലോ, ഇല്ല. ആ, ദേ അടുത്ത് പോന്നു. നോക്കട്ടെ.